3 വർഷത്തോളമായി ഇത് ഡാമേജ് ആയിട്ട്. കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ വന്നിട്ട് ഒരു 4 സ്ലാബ് വന്നിട്ട് കുറച്ച് മണ്ണ് നീക്കി. അതുമാത്രമേ നാളെ വരാമെന്ന് പറഞ്ഞു പോയതാണ്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ. ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു പ്രധാന വഴിയായിരുന്നു. ആംബുലൻസും കാര്യങ്ങളും എല്ലാം പോകുന്നൊരു വഴിയാണ്. രോഗികളെയും കൊണ്ട് പോകുന്നതല്ല. വെള്ളക്കെട്ടും കുഴികളും നിറഞ്ഞ റോഡിൽ അപകടങ്ങൾ പതിവാകുന്നു. യാത്ര ദുഷ്കരമായതോടെ ഗതാഗത കുരുക്കും നീളുന്നു. വടകര നഗരസഭ വാർഡ് 23 ഉൾപ്പെടുന്ന നാരായണ നഗരം ചീരാംവീട് റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് വർഷങ്ങളായി. ജില്ലാ ആശുപത്രിയിലേക്കുള്ള പ്രധാന റോഡാണിത്. ആംബുലൻസ് ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡിൽ കുഴികൾ നിറഞ്ഞ യാത്ര ദുസ്സഹമായിട്ട് നാളുകളേറെയായി. ചെറിയ മഴ പെയ്യുമ്പോഴേക്കും ഇവിടെ വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥിതിയാണ്. സമീപത്തെ ഓവുചാലിൽ നിന്നും മണ്ണും ചെളിയും നീക്കം ചെയ്യാത്തത് വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സമാകുന്നു. ഒഴുകിപ്പോകാൻ സാധിക്കാത്തതിനാൽ വെള്ളം കെട്ടിനിൽക്കുകയും സമീപത്തെ കടകളിലേക്ക് വെള്ളം കയറുകയും ചെയ്യുന്നു. കുഴികളിലൂടെ കടന്നുപോകാൻ സാധിക്കാത്തതിനാൽ ഏറെ നേരം ഇവിടെ ഗതാഗത കുരുക്കും പതിവാകുകയാണ്. അറ്റകുറ്റപ്പണികൾ നടത്താൻ ടാർ ലഭ്യമല്ലെന്നാണ് അധികാരികളുടെ വാദം. മഴക്കാലത്തിന് മുൻപ് ഓവുചാലുകൾ ശുചിയാക്കാമായിരുന്നില്ലേ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. എങ്കിൽ വെള്ളം ഒഴുകി പോകുമായിരുന്നല്ലോ. ടാർ ലഭ്യമാവാത്തത് ഈയിടെയുണ്ടായ പ്രതിസന്ധിയാണ്. എന്നാൽ റോഡ് തകർന്നിട്ട് വർഷങ്ങളായി. ടാർ ലഭിക്കുന്ന മുറയ്ക്ക് അത് ചെയ്തോളൂ. പക്ഷേ താൽക്കാലികമായെങ്കിലും കുഴിയടയ്ക്കാൻ ക്വാറി വേസ്റ്റോ മെറ്റലോ എങ്കിലും ഇട്ട് നൽകിക്കൂടെ എന്നാണ് സംശയം. ഏകദേശം ഒരു 3 വർഷത്തോളമായി ഇത് ഡാമേജ് ആയിട്ട്. അന്നേരം ആ കൗൺസിലർമാരോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതൊന്നും ശരിയാക്കി തരുവാൻ വേണ്ടി. ഈ കഴിഞ്ഞ 3 വർഷത്തിൻ്റെ അടുത്തായി ഇപ്പോൾ ഡ്രെയിനേജിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യാത്തത്. മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം മുഴുവൻ ഒഴുകി അങ്ങ് പോകും. കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ വന്നിട്ട് ഒരു 4 സ്ലാബ് വന്നിട്ട് കുറച്ച് മണ്ണ് നീക്കി. അതുമാത്രമേ നാളെ വരാമെന്ന് പറഞ്ഞു പോയതാണ്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നല്ല മഴയത്ത് എല്ലാ വണ്ടിക്കാരും ഈ ബൈക്ക്, 2 വീലർ ഇതെല്ലാം താഴെ വീണുകൊണ്ടിരിക്കുക. എല്ലാം ബാറ്ററി പീടിയിലെ ആളുകളും നമ്മൾ പോയിട്ട് എടുത്ത് നേരെയാക്കിയിട്ട് വിടല്. ഇതുവരെ കാര്യമായിട്ട് പരിക്കുകളൊന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. എല്ലാം മറിഞ്ഞു പോകലാണ്. അപ്പോൾ ഇത് എന്തെങ്കിലും ശരിയാക്കുന്നത്. കാരണം വെച്ചാൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു പ്രധാന വഴിയായിരുന്നു. ആംബുലൻസും കാര്യങ്ങളും എല്ലാം പോകുന്നൊരു വഴിയാണ്. രോഗികളെയും കൊണ്ട് പോകുന്നതല്ലേ. അപ്പോൾ എന്താ സ്ഥിതി? ഇപ്പോൾ മഴ ലേശം കുറഞ്ഞുകൊണ്ടാണ് ഇത്രയും വെള്ളം ഇത്ര കുറവ്. അപ്പോൾ നല്ലോണം മഴ പെയ്തിട്ടുണ്ട്. പീടിയൻ്റെ അകത്തും വെള്ളം കയറുന്നൊരവസ്ഥയിലാണ്. പീടിയൻ്റെ അകത്ത് നല്ല മഴയിൽ. ആരോഗ്യ മേഖലയിൽ ജോലി സ്വന്തമാക്കാം. അതിന് ഫീസ് ഒരു തടസ്സമേ ആകില്ല. ജോബ് ഓറിയന്റഡ് സ്കിൽ കോഴ്സായ നഴ്സിംഗ് അസിസ്റ്റന്റ് പഠിക്കാം. മുഴുവൻ കുട്ടികൾക്കും പ്ലേസ്മെന്റ് കിട്ടിയതുകൊണ്ട് ജോബിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. CM ഹോസ്പിറ്റൽ, വടകര.